UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലും വിവാദമായി വന്ദേമാതരം. പ്രഖ്യാപനത്തിന് മുന്നോടിയായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചില്ല. സർക്കാർ നടപടിയിൽ ഗവർണർ അതൃപ്തി അറിയിച്ചു. ദേശീയഗീതം ആലപിക്കാത്തതിൽ പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നില്ലെന്നും ഉള്ളത് കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശം മാത്രമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതേസമയം വന്ദേമാതര വിവാദത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിൽ വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിൽ നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി എന്ത് നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നതിലായിരുന്നു ആകാംക്ഷ. വിവാദ പശ്ചാത്തലത്തിൽ നയപ്രഖ്യാപനത്തിന് മുന്നേ പോലീസ് ബാൻഡ് നയിച്ച ഓർക്കസ്ട്ര വന്ദേമാതരം പൂർണ്ണമായും വായിച്ചില്ല. ദേശീയഗീതം പൂർണ്ണമായും ആലപിക്കണമെന്ന നിർദ്ദേശം ലോക്ഭവൻ നൽകിയിരുന്നു. എന്നാൽ പൂർണ്ണ ആലാപനം ഒഴിവാക്കിയ സർക്കാർ നടപടിയിൽ ലോക്ഭവൻ അതൃപ്തി അറിയിച്ചു. വന്ദേമാതരത്തിന്റെ ഒരു ഭാഗം ഒഴിവാക്കിയ നടപടി സർക്കാർ പരിശോധിക്കട്ടെയെന്നും അതിനനുസരിച്ച് താൻ നിലപാട് സ്വീകരിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. It has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Okay. Let us see what is. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നില്ല എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശം മാത്രമാണ് നിലവിലുള്ളതെന്നും VD സതീശൻ. ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങളുള്ള ഒരു പാർട്ടിയാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. മാത്രമല്ല, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. ഇത് സംബന്ധിച്ചൊരു നിയമമൊന്നും പാർലമെന്റ് പാസ്സാക്കിയിട്ടില്ല. ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. ദേശീയ ഗീതത്തിന്റെ പൂർണ്ണ ആലാപനം RSS അജണ്ടയാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷം വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതൊരു നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റു തടസ്സങ്ങളില്ല. ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ അത് പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്, ഇതാണ് സ്വീകരിക്കേണ്ട നിലപാട്. അതേസമയം വന്ദേമാതരം ആലാപന വിവാദത്തിൽ സർക്കാരിനെതിരെ BJP MLA V മുരളീധരൻ രംഗത്തെത്തി. ദേശീയഗീതം മുഴുവൻ വായിക്കുക എന്ന നിർദ്ദേശം ലംഘിക്കപ്പെട്ടെന്നും AICC സമ്മേളനത്തിൽ ആലപിച്ച ഗാനം മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ലെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നും മുരളീധരന്റെ ചോദ്യം. ഒരു നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് മാറിയത്. പറയേണ്ടത് പറയാതിരുന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ടവയുണ്ട്. അതിനെക്കുറിച്ചെല്ലാം മൗനം പാലിച്ചതായാണ് കാണുന്നത്. വന്ദേമാതര ആലാപന വിവാദത്തിൽ ഗവർണറുമായി ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചാൽ ഒരുമിച്ച് പ്രതിരോധിക്കാനാകും ഭരണപക്ഷ പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.